വയനാട്ടിലേക്കുള്ള തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാനിരിക്കുകയാണ്. ചുരം യാത്രയിലെ അനിശ്ചിതത്വത്തിന് പൂർണ്ണ പരിഹാരമാകുമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും തുരങ്കപാത വയനാട്ടിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവെക്കുമെന്ന് ഉറപ്പാണ്. വൻ പദ്ധതികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം തുരങ്കപാതയുടെ നിർമ്മാണത്തിലും ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ താരതമ്യേന ചെലവും സങ്കീർണതകൾ കുറഞ്ഞതും വേഗത്തിൽ പൂർത്തിയാക്കാനുമാകുന്നതുമായ ബദൽ പാതകൾ എന്ന ആവശ്യകതയുടെ പ്രസക്തി ഇതിനോടൊപ്പം തന്നെ വർദ്ധിക്കുകയാണ്. അതായത് താമരശ്ശേരി ചുരത്തിന്റെ ബദൽ പാത അത് ചിപ്പിലത്തോട്, മരുതിലാവ്, തളിപ്പുഴ ബൈപ്പാസ് മാത്രമാണ്. ചുരമില്ലാ പാത പോലെ മറ്റു പല റോഡുകളും വയനാട്ടിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവയൊന്നും താമരശ്ശേരി ചുരത്തിന് ബദലാകില്ല. മറ്റു പാതകൾ കൂടി യാഥാർത്ഥ്യമായാൽ താമരശ്ശേരി ചുരത്തിലെ തിരക്കിന് കുറവുണ്ടാകുമെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡീകോഡ് ഇന്ന് വിശദമായി തന്നെ ചില പാതകളെ പറ്റി പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് പ്രപ്പോസൽ വന്ന പാതകളാണ്, പക്ഷേ പലപ്പോഴും അത് സർക്കാരിന്റെ മാറി മാറി വന്ന സർക്കാരുകളുടെ പരിഗണനയിലൊക്കെ ഇരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല. വരുമോ ചുരം ബൈപ്പാസ്? അത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അതായത് കോടഞ്ചേരി, പുതുപ്പാടി, വൈത്തിരി പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് പോകുന്നത്. അതാണ് ചുരം ബൈപ്പാസ് എന്ന് പറയുന്നത്. 14.44 കിലോമീറ്റർ റോഡിൽ 9 കിലോമീറ്റർ വനഭൂമിയാണ്. 9 കിലോമീറ്റർ വനഭൂമി മാത്രമാണ്. വനവകുപ്പ് അനുവദിച്ചാൽ മാത്രമേ ചുരം ബൈപ്പാസ് യാഥാർത്ഥ്യമാകൂ എന്നുള്ളൊരു കടമ്പ അവിടെയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 4.85 ഹെക്ടർ വനഭൂമിയും 21.1 ഹെക്ടർ സ്വകാര്യ ഭൂമിയും വയനാട് ജില്ലയിലെ EFFലും റിസർവ് വനഭൂമിയും ഉൾപ്പെടെ 12 ഹെക്ടറുകളുമാണ് പാതയ്ക്കായി ഏറ്റെടുക്കേണ്ടത്. 2 തവണ സർവേ നടത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും പദ്ധതി നിർവഹണത്തിലെ പുരോഗതി ഉണ്ടായിട്ടില്ല. വൻകിട പദ്ധതിയേക്കാൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും പൂർത്തിയാക്കാവുന്നതും കുറഞ്ഞ ദൂരമുള്ളതും ഈ നിർദ്ദിഷ്ട ബൈപ്പാസ് എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇത് യാഥാർത്ഥ്യമായാൽ ഹെയർപിൻ വളവുകളില്ലാത്ത റോഡ്. അതായത് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അടിവാരത്ത് നിന്ന് ഹെയർപിൻ വളവുകളില്ലാതെ നേരെ വയനാട്ടിലേക്ക് എത്താൻ കഴിയും. കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി, കോടഞ്ചേരി പരിധിയിലെ 6 കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് നിലവിലുണ്ട്. തുടർന്ന് 2.5 കിലോമീറ്റർ നേരത്തെ പറഞ്ഞതുപോലെ വനഭൂമി. ഇത് കഴിഞ്ഞാൽ വൈത്തിരി പഞ്ചായത്തിലെ പരിധിയിലെ കൂപ്പ് റോഡാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ വേണ്ടി വരില്ല ഈ പാത നടപ്പിലാക്കാൻ. ചുരത്തിന് ബദലായി ബദൽ പാതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താമരശ്ശേരി ചുരത്തിന് ബദലായി 3 ബദൽ പാതകൾ ഏറ്റവും ഉചിതവും പ്രായോഗികമാണ് എന്ന് കണ്ടെത്തി വിവിധ കാലത്ത് സർക്കാരുകൾ നടപടി ആരംഭിച്ചതാണ്. അതിലൊന്ന് പടിഞ്ഞാറേത്തറ പൂഴിത്തോടാണ്. അതായത് നിർമ്മാണം 1994 ആരംഭിച്ചിരുന്നു. പിന്നീട് സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ നിലച്ചു. പെരുവണ്ണാമൂഴി ഡാം സൈറ്റിൽ നിന്ന് പൂഴിത്തോട് വരെ 9.9 കിലോമീറ്ററും 400 മീറ്ററും വരുന്ന പൊതുമരാമത്ത് റോഡ് നിലവിലുണ്ട്. ആകെ 27 കിലോമീറ്റർ റോഡിൽ 9 കിലോമീറ്ററോളം കോഴിക്കോട് ജില്ലയിലൂടെയും 18 കിലോമീറ്റർ വയനാട് ജില്ലയിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഇതിൽ 13 കിലോമീറ്റർ വനഭൂമിയാണ്. ഏകദേശം 52 ഏക്കർ വനഭൂമിക്ക് പകരം 104 ഏക്കർ വനഭൂമിയാണ് ഇതിനുവേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. പിന്നീട് റോഡിന് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയൊക്കെ ലഭിക്കുകയും 1994-95 വർഷത്തെ ബജറ്റിൽ പ്രവൃത്തികൾക്ക് 1 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. മറ്റൊന്നാണ് കുഞ്ഞോം വിലങ്ങാട് റോഡ്. വടക്കേ വയനാട്ടിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള ബദൽ പാതാ നിർദ്ദേശമായിരുന്നു കുഞ്ഞോം വിലങ്ങാട് റോഡ്. അതായത് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് നിന്ന് ആരംഭിച്ച് കുങ്കിച്ചിറ, പാലോം വഴി കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ വിലങ്ങാട് എത്തുന്നതാണ് ഈ പദ്ധതി. നാദാപുരത്തു നിന്നും വടകര വഴി കോഴിക്കോട്ടേക്കും, നാദാപുരത്തു നിന്നും പെരിങ്ങത്തൂര് വഴി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, മാഹി എന്നിവിടങ്ങളിലേക്കും വയനാട്ടുകാർക്ക് എളുപ്പത്തിൽ ഈ റോഡിലൂടെ എത്താൻ സാധിക്കും. മറ്റൊന്ന് മേപ്പാടി നിലമ്പൂർ റോഡാണ്. ഈ റോഡ് നിർദ്ദേശത്തിന് 3 പതിറ്റാണ്ട് പഴക്കമുണ്ട്. മേപ്പാടി മുതൽ ഉണ്ടക്കൈ വരെയും നിലമ്പൂർ മുതൽ പോത്തുകല്ല് വരെയും റോഡ് നിലവിലുണ്ട്. ശേഷിക്കുന്ന 14 കിലോമീറ്ററിൽ 8 കിലോമീറ്റർ കൂപ്പ് റോഡുണ്ട്. ബാക്കി വരുന്ന 6 കിലോമീറ്ററാണ് വനത്തിലൂടെ കടന്നു പോകേണ്ടത്. ഇതാണ് ഈ റോഡിനുള്ള പ്രധാന തടസ്സം. അത് വന വകുപ്പിന്റെ ഒരു നിയമ കൂലിക്കൽ ഇപ്പോഴും കിടക്കുകയാണ്. മറ്റൊന്ന് ചിപ്പിലത്തോട്, മരുതിലാവ്, തളിപ്പുഴ റോഡ്. ബദൽ റോഡുകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു ഈ റോഡ് എന്നുള്ളത്. എന്നാൽ വനഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കോടഞ്ചേരി, പുതുപ്പാടി, വൈത്തിരി പഞ്ചായത്തുകളിലൂടെയുള്ള റോഡ് പോകുന്നത് 14 കിലോമീറ്ററാണ്. റോഡിൽ 9 കിലോമീറ്റർ വനഭൂമിയാണ്. വനവകുപ്പ് അനുവദിച്ചാൽ മാത്രമേ ഈ പദ്ധതിയും യാഥാർത്ഥ്യമാകുകയുള്ളൂ.
മറ്റൊന്ന് നിലവിലുള്ള താമരശ്ശേരി ചുരത്തിലെ വളവുകൾക്ക് വീതി കൂട്ടുമെന്നുള്ള പ്രഖ്യാപനമാണ്. ചുരത്തിലെ 6, 7, 8 വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്നതിന് 37 കോടി രൂപ പദ്ധതിക്ക് ടെൻഡറായിട്ടുണ്ട്. തുടർ നടപടികൾ വേഗത്തിലായാൽ യാത്രാ ദുരിതത്തിന് തെല്ലാശ്വാസമുണ്ടാകും. ചുരം ഉൾപ്പെടുന്ന കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത 4 വരിയാക്കുന്നതിനുള്ള അലൈൻമെന്റിനും അംഗീകാരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, പാരയായി അപൂർവ ഇനം ഞണ്ട്. ഒരു ഞണ്ട് കാരണം വനവകുപ്പ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതായത് അപൂർവ ഇനത്തിൽപ്പെട്ട ഞണ്ട് ഉൾപ്പെടെയുള്ള സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയിലൂടെയാണ് നേരത്തെ മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസലുകൾ കടന്നു പോകുന്ന പാതകൾ ഉള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ദേശാടനക്കിളികൾ, മലമ്പുഴക്കി വേഴാമ്പൽ, വിവിധയിനം താറാവുകൾ എന്നിവയുടെ വാസസ്ഥലമാണ് ഈ പദ്ധതി പ്രദേശം. ഇങ്ങനെ പോയി വനംവകുപ്പിന്റെ വാദം ജൈവ വൈവിധ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതും വന്യജീവികളുടെ സൂര്യവിഹാരത്തിന് വിഘാതമാകുന്ന മാറ്റം വരുത്തുന്നതുമായ റോഡ് നിർമ്മാണത്തിന് വനസംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണെന്നാണ് വനംവകുപ്പ് അറിയിച്ചത്. ഇതുൾപ്പെടെ അടിയന്തര സാഹചര്യത്തിൽ മാത്രം പരിഗണിക്കുന്ന വനത്തിലൂടെയോ വന അതിർത്തിയിലൂടെയുള്ള പാതകൾക്കെല്ലാം ഇടങ്കോലെടുക്കുന്ന സമീപനവും കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിനുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ഫൈസൽ നെടുമ്പാല കൂടുതൽ വിശദാംശങ്ങൾ നൽകും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് നമ്മൾ അനുഭവപ്പെട്ടതാണ്. ചരക്ക് ലോറികളൊക്കെ 2 ദിവസം അവിടെ പിടിച്ചിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈസൽ, എന്താണ് ശരിക്കും വയനാടുകാരുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുക? ഏറെ പ്രതിസന്ധിയിൽ മുന്നോട്ടു പോകുന്ന ജില്ലയാണ് വയനാട്. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ള മെഡിക്കൽ കോളേജില്ല. വ്യോമ, റെയിൽ, ജല ഗതാഗതങ്ങൾ ഒന്നും തന്നെയില്ല. ആകെയുള്ളത് റോഡ് മാർഗം മാത്രമാണ്. മറ്റു ജില്ലകളെ ബന്ധിപ്പിക്കാൻ വയനാടിന് 4 ചുരമാണുള്ളത്. പേരിയ ചുരം, കുറ്റ്യാടി ചുരം, നാടുകാണി ചുരം, പ്രധാനമായും താമരശ്ശേരി ചുരം. എന്നാൽ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായാൽ മണിക്കൂറുകളോളം വേണ്ടിവരും ഇതൊന്ന് പുനഃസ്ഥാപിക്കാൻ. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായപ്പോൾ 4 ദിവസമാണ് വയനാട് പൂർണ്ണമായും ഒറ്റപ്പെട്ടത്. ഈ പ്രതിസന്ധിക്ക് എന്ന് പരിഹാരം കാണുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത നിർമ്മാണം തുടങ്ങാനിരിക്കെ ഈ ഒരു പ്രതിസന്ധി വയനാടിനെ അലട്ടുന്നുണ്ട്. ചികിത്സാ സംവിധാനങ്ങളില്ലാത്ത വയനാടിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ്. മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ ശ്രമകരമായ ഒരു ദൌത്യമായി തന്നെ വയനാട്ടിൽ തുടരുകയാണ്. ഇനിയും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വയനാടൻ ജനത ആരുടെ മുമ്പിലാണ് കൈനീട്ടേണ്ടത്? എത്രയൊക്കെ വാഗ്ദാനങ്ങൾ പറയുമ്പോഴും ഈ വാഗ്ദാനങ്ങളൊക്കെ കടലാസിൽ ഒതുങ്ങിയിട്ട് വർഷങ്ങളായി. ചുരം, ബദൽ മാർഗങ്ങളൊക്കെ ഇപ്പോഴും വാഗ്ദാനങ്ങളായി തുടരുകയാണ്. ഈ പ്രതിസന്ധിയെല്ലാം മറികടക്കാൻ വയനാടിന് ബദൽ മാർഗങ്ങൾ വന്നേ തീരൂ. താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ കാരണം പേരിയ ചുരവും കുറ്റ്യാടി ചുരവും വാഹന ബാഹുല്യം കാരണം മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിട്ടു. നിരവധി ആളുകളാണ് വഴിയിൽ കുടുങ്ങിക്കിടന്നത്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. അത്യാവശ്യ വസ്തുക്കളുമായി പോയ വാഹനങ്ങളും അതിലെ ഡ്രൈവർമാരുമെല്ലാം വലഞ്ഞത് നമ്മൾ നേരിൽ കണ്ടതാണ്. ഇനിയും ഈ പ്രശ്നം ഇങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ. വയനാടിന് ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. അധികാരികൾ എന്നെങ്കിലും കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തോടെയാണ് വയനാട് മുന്നോട്ട് പോകുന്നത്. വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബദൽ പാത അനിവാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. അത് അവരുടെ ഭൗതിക, സാങ്കേതിക മറ്റാവശ്യങ്ങൾക്കെല്ലാം തന്നെ അനിവാര്യം തന്നെയാണ്.